ഇതാണ് ഞാൻ കണ്ട കിനാശേരി ജോമി. ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ജോമി ഉണ്ടെങ്കിൽ എനിക്കൊരു തെണ്ടിയും പേടിക്കണ്ട. ശല്യം ചെയ്യല്ലേ ടോമി, ഞാൻ കുറച്ച് തിരക്കിലാണ്. സോറി, എനിക്ക് കണ്ടപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റിയില്ല. ഒരു ഫയൽ എടുക്കണം, എന്നിട്ട് ഞാൻ പോകണം. ഓക്കെ. ഐ വിൽ കോൾ യു വെൻ ദിസ് ഈസ് ഓവർ. യാ മാൻ. എവിടെ നല്ല പിടിച്ച് കയറി പറഞ്ഞേ? ഇറങ്ങുള്ളിൽ വരാ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടോ. ജ്യൂസ് ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാര ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടല്ലോ. കുടിച്ചു നോക്കണം, അപ്പൊ അറിയാം. നിനക്കിപ്പോ വല്ലാതെ അഹങ്കാരം കൂടുന്നുണ്ട് കാര്യസ്ഥന്റെ മോനെ. കുറയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മുതലാളികളോ. കുറപ്പിക്കാൻ എനിക്ക് അറിയാം. നീ പോ. ജ്യൂസ് വെച്ച് കഴിഞ്ഞല്ല കുറെ നേരമായാലും എന്നിട്ട് തീർന്നില്ലേ? മര്യാദ ഇല്ലടാ. ആത്മാർത്ഥമായിട്ട് പണിയെടുത്തോണ്ടിരിക്കുന്ന അവരെ പണി തീർന്നില്ലേ എന്നൊക്കെ ചോദിക്കാൻ കടക്ക് പുറത്ത് പോ. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരാളോ? അതാര്? നിന്റെ ഡാഡി വർക്കിപ്പുള്ള. എടാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അവനെ പണിയെടുക്കാൻ പറ്റാ. ഒന്ന് വെളിയിൽ പോ. നീ പോ. ചേടാ, ആദ്യം വന്നപ്പോഴും ഇങ്ങനെ ഈ സെയിം സീൻ തന്നെ കണ്ടോണ്ടിരുന്നേ. ഏത് സീൻ? എവിടത്തെ സീൻ? അതെ, ഏത് സീൻ? എവിടത്തെ സീൻ? നീ പണിയെടുപ്പിക്കൂലെന്ന് ഉറപ്പിച്ചിട്ടാണോ നിൽക്കണേ? ചേടാ, ഞാൻ ആദ്യം വന്നപ്പോഴും ഈ ഇംഗ്ലീഷ് സിനിമയിൽ ഈ ചേച്ചി ബീച്ചിൽ നിന്ന് കുളിക്കുന്ന സീനല്ലേ കണ്ടോണ്ടിരുന്നേ. ഞാൻ ഇപ്പൊ വന്നപ്പോഴും പുള്ളി സെയിം സീനാണ് കണ്ടോണ്ടിരുന്നേ. ഈ പുള്ളിക്കാരി ഇതൊരു കുളിച്ച് കഴിക്കില്ല. You mean that scene? Yes. You bloody lusty fellow. ഇങ്ങനെ ചതിക്കായിരുന്നല്ല. എന്നിട്ട് നിനക്ക് കുളിസീന് കാണാൻ കമ്പനി പൈസ മുടക്കി ജ്യൂസും നാണല്ലോ നിനക്ക്. ടോമി, അതങ്ങനെയല്ല. പിന്നെ ടോമി, ഞാൻ എന്റെ റെഫറൻസ് പോയിന്റ് നോക്കിക്കൊണ്ടിരിക്കുന്നു ഫ്രെയിമിന്റെ. എന്തിന്? നമ്മളൊരു മീഡിയ കമ്പനിയല്ലേ നടത്തുന്നത്. നാളെ ഏതെങ്കിലും ഒരു ക്ലയന്റ് വന്നിട്ട് ഒരു കുളിക്കുന്ന സീൻ ഷൂട്ട് ചെയ്ത് കൊടുത്തു പറഞ്ഞാൽ നമുക്ക് ഫ്രെയിംസ് പറഞ്ഞു കൊടുക്കേണ്ട റെഫറൻസിന്. അതെ, കുളിസീനിന്റെ ഫ്രെയിം ചോദിക്കാൻ നിന്റെ മാമൻ വരും ഇവിടെ. ഇല്ല, ഇല്ലെങ്കിൽ വേണ്ട, വേറെ നോക്കാം ഞാൻ. എടാ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കമ്പനി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അത് നീ എപ്പോഴും ചിന്തയിലുണ്ടായാൽ നല്ലത്. എങ്ങനെയെങ്കിലും നന്നാവാൻ നോക്കും നീ. എടാ, നീ ഇതൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ പറയാൻ എന്തിനാണ്? ഇത് എന്റെ കൂടെ കമ്പനിയല്ലേ? ആ ബോധം നിനക്ക് വേണം. തുണ്ട് കണ്ടോ എനിക്ക് സമാധാനമല്ല. എന്തായാലും നമ്മൾ ഇത്രയും കണ്ടില്ല. ബാക്കിയുള്ള പ്ലേക്ക് ആ ടീച്ചർ കുളി കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് നോക്കാം. നിനക്ക് ബാക്കിയുള്ള കാര്യം അറിഞ്ഞാൽ പോരെ? ഇങ്ങനെയൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യും. വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. ശരിയല്ല, ആ കാതിൽ സാനിറ്റൈസർ കൂടെ എടുത്ത് അടിച്ചു. വൃത്തിയിടണോ? അറച്ചിട്ട് ചെയ്യാൻ. നീ ഞാൻ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ വെച്ചൊരു ഫയൽ കണ്ടായിരുന്നു. ഏത് ഫയൽ? റെഡ് കളറുള്ള ഫയൽ. കണ്ടില്ല. എന്തുറ്റി? ഞാനത് ആ ടേബിളിന്റെ മുന്നിൽ വെച്ചതാ. എന്നിട്ട് വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് നോക്കിയപ്പോൾ കാണാനില്ല. എവിടെ പോയെന്ന് ആർക്കറിയാം. അതിപ്പോൾ എവിടെയെങ്കിലും കാണുമായിരിക്കും. എവിടെയെങ്കിലും കാണുമായിരിക്കും. അല്ല, അതെന്തിന്റെ ഫയലായിരുന്നു? അതോ, അത് നമ്മുടെ ഓഫീസിന്റെ ലൈസൻസും പിന്നെ GST സർട്ടിഫിക്കറ്റ് കിട്ടുക വെച്ച ഒരു റെഡ് ഫയൽ ഉണ്ടായിരുന്നില്ലേ, അത്. എന്നിട്ടാണ് നീ ഇത്ര കൂളായിട്ട് നിൽക്കണേ? അല്ല, അത് അതിന് എവിടെയെങ്കിലും കാണൂലേ? കാണും, അതൊക്കെ. കണ്ടില്ലെങ്കിലോ? അത് ഇവിടുന്ന് ആരെടുത്തോണ്ട് പോകാൻ? എടി, ആരെങ്കിലും എടുത്തോണ്ട് പോയോ എന്നതല്ല എന്റെ ചോദ്യം. ഫയൽ എവിടെ എന്നതാണ് എന്റെ ചോദ്യം. അതെവിടെയാന്ന് അറിയാൻ പാടില്ലാത്തോണ്ടല്ലേ ഞാൻ വന്ന് എന്നോട് ചോദിച്ചത്. രശ്മി, നിനക്ക് ഇപ്പോഴും കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ലേ? എന്തിനാ ഈ കാര്യത്തിന് ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നേന്നാണ് എന്റെ ചോദ്യം. എടി, ഈ ആഴ്ച എപ്പോ വേണമെങ്കിലും ഇൻസ്പെക്ഷൻ ആള് വരാന്ന് ടോമിയും ജോമിയും പറഞ്ഞ് നീ മറന്നുപോയോ? അവരെങ്ങാനും ഇല്ലാത്ത സമയത്ത് ഇൻസ്പെക്ഷൻ വന്ന് എടുത്തു കൊടുക്കാൻ നിന്റെ കയ്യിലാ ഫയൽ തന്നെ. അതെ, എന്റെ കയ്യിലല്ല കേട്ടോ, നമ്മൾ രണ്ടുപേര് ഏൽപ്പിച്ചേക്കും. ഓ, ഇതൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ. പണി വല്ലതും നമ്മൾ ഷെയർ ഇട്ടെടുക്കാന്നായിരിക്കും. പിന്നെ അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്. പണി വരുന്ന കാര്യത്തിൽ നിനക്ക് സംശയമൊന്നുമില്ല അല്ലേ? ആ ഫയൽ എങ്ങനെയും പോയി കണ്ടുപിടിച്ചോളാം. ചെല്ലേ. അത് ഞാൻ അവിടെ മുഴുവൻ തപ്പിയിട്ട് കാണാത്തോണ്ടല്ലേ നിന്റെ അടുത്ത് വന്ന് ചോദിച്ചത്. എന്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ പിന്നെ കാര്യം കഴിഞ്ഞല്ലോ അല്ലേ? ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ഫയൽ കാണാനില്ലെന്ന് അവരോട് അങ്ങ് പോയി പറയണം. എടുത്തേടി മണ്ടത്തരൊന്നും കാണിക്കല്ലേ. ഫയൽ കാണാത്ത കാര്യം അവരറിയരുത്. നമുക്ക് തന്നെ എങ്ങനെയും കണ്ടുപിടിക്കണം. നമ്മളെ അതൊക്കെ പറ്റുന്ന കാര്യമാണോ? നമുക്ക് അവരോട് കാര്യം പറയാം. അതാകുമ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് തപ്പാൻ ഇറങ്ങാം. അപ്പൊ എളുപ്പത്തിൽ ഫയൽ കിട്ടൂലേ? എടി, കിട്ടിയാ നോക്കി, കിട്ടിയില്ലെങ്കിലോ? കിട്ടിയില്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും പണി പോവും. കാര്യം നമ്മൾ ഈ ടോമിയും ജോമിയും ആവശ്യത്തിലധികം പുച്ഛിക്കുന്നുണ്ടെങ്കിലും
അവരുടെ ഏതൊക്കെ കമ്പനി പൂട്ടിപ്പോയാലും അടുത്ത കമ്പനിയിൽ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്, നല്ല ശമ്പളവും തരുന്നുണ്ട്. ഈ പണി പോയാ എന്ത് ചെയ്യോടി? വേറെ ഏതേലും കമ്പനിയിൽ പോയി മട്ടി പണി എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞേ, നമ്മുടെ രണ്ടുപേരും മാത്രം ഇടയിൽ ഒതുങ്ങിയാൽ മതി. നമുക്ക് തപ്പിപ്പോയാലോ? നമുക്ക് തുപ്പിപ്പോ. എന്റെ പൊന്നു മീനു, ഇവിടെയൊക്കെ ഞാൻ ഓൾറെഡി എത്ര പ്രാവശ്യം തപ്പിയതാണെന്ന് അറിയാവോ? ഞാൻ ഒന്നും കൂടെ ഒന്ന് തപ്പിന്ന് വിചാരിച്ചാൽ അങ്ങേക്ക് ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ. എനിക്ക് ബുദ്ധിമുട്ടൊന്നാവില്ല, പക്ഷെ നമ്മൾ ഓൾറെഡി തപ്പിയ സ്ഥലത്ത് പിന്നെയും തപ്പിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം നഷ്ടമാവല്ലോ എന്നോർത്ത് പറഞ്ഞതാ. എനിക്ക് ഇത്രയും ചിന്ത നേരത്തെ ഉണ്ടെങ്കിൽ ഞാൻ ഫയൽ കൊണ്ട് കളയണ്ടായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ തപ്പേണ്ടി വരുമായിരുന്നോ? എനിക്ക് കൂടെ എവിടെ കൊണ്ട് വെച്ചോ? എന്റെ പൊന്നു മീനു, ഒന്ന് അടങ്ങ്, ദേഷ്യപ്പെടാതെ. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ലോ. നീ അറിഞ്ഞിട്ട് ചെയ്താണെങ്കിലും അറിയാണ്ട് ചെയ്താണെങ്കിലും ഇപ്പൊ സമാധാനം നമ്മൾ തന്നെ പറയണ്ടേ? നമ്മൾ തന്നെ പറയാം. എന്റെ ഈശ്വരോ, ഏത് നേരത്താണോ ആ ഫയൽ കൊണ്ട് വന്നപ്പോ ഇവളുടെ അടുത്തൊക്കെ വന്ന് നിൽക്കാൻ തോന്നിയത്? അല്ലെങ്കിൽ പള്ളി ഒന്നും എന്റെ തല വരില്ലായിരുന്നു. ഓഹോ, അപ്പൊ നീ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇക്കാര്യത്തിൽ എന്നെ ശരിക്കും ഒറ്റപ്പെടുത്തിയാനല്ലടി? അല്ലയോ ഭവതി, അങ്ങായിരുന്നു എന്റെ സ്ഥാനത്തെങ്കിലും എന്ത് ചെയ്തേനെ? അല്ല, ഞാനായിരുന്നെങ്കിലും ഇന്ന് നൈസായിട്ട് ഒറ്റയ്ക്കാക്കി മുങ്ങിയേനെ. അത്രയും ഞാനും ചെയ്തോളൂ. തപ്പാ നോക്ക്. എവിടെയാണോ കൊടുപ്പ്? എന്താ ഗേൾസ്, എന്താ കാര്യമായിട്ട് നോക്കുന്നത്? ഒന്നും നോക്കിയില്ല ടോമി. എന്നാ അങ്ങനെ അല്ലല്ലോ. അതെ, ടോമി വിചാരിച്ച പോലെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല കേട്ടല്ലോ. ഞാൻ അങ്ങനെ വിചാരിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ നീ എന്തിനാ അത് പറയണം? Come on, tell me. ടോമി ഒന്നും വിചാരിക്കാതിരിക്കാൻ വേണ്ടി രേഷ്മ നേരത്തെ കൂട്ടി പറഞ്ഞതായിരിക്കും. ആണോ രേഷ്മ? ടോമി എന്തിനാ ടോമി വന്നത്? പറഞ്ഞില്ലല്ലോ. അയ്യോ, ഞാൻ വന്ന കാര്യം പറയാൻ പറഞ്ഞു. ഒരു മീറ്റിംഗ് ഉണ്ട്, രണ്ടുപേരും അർജന്റായിട്ട് പറയണം. കോൺഫറൻസ് ഹാളിൽ ആവുന്ന. ഇപ്പൊ തന്നെ മനുഷ്യനെ കൊലക്കി കൊടുത്തേനെ. ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ഒന്നും ചെയ്യണ്ട. ടോമി വന്നപ്പോ ഇപ്പൊ എല്ലാം പറയാൻ പോയതോ? അത് പിന്നെ പെട്ടെന്ന് മതി. കോൺഫറൻസ് ഹാളിലേക്ക് വരാൻ വേണ്ടിട്ടുണ്ട്. വാ. പിന്നൊരു കാര്യം, ആ വാവച്ച് മിണ്ടാതിരുന്നോണം. മിണ്ടാതിരുന്നോളാം. മേ കം ഇൻ? നിങ്ങൾ എന്തിനാണ് വിളിപ്പിച്ചതെന്ന് മനസ്സിലായോ? അതറിഞ്ഞ പിന്നെ ഇവിടെ വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ. ആ സമയം കൂടെ ലാഭിച്ചൂടെ? ഗുഡ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം മിസ്റ്റർ ടോമി ചോദിക്കും. ഇതെന്താ ഇന്റർവ്യൂ? ഗേൾസ്, നിങ്ങളെ രണ്ടുപേരും വിളിപ്പിച്ചത് മറ്റൊന്നുമല്ല. അടുത്ത ആഴ്ച നമ്മുടെ ഓഫീസിൽ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടാവും. അല്ലല്ല, പേടിക്കാനൊന്നുമില്ല. ഇതൊരു പുതിയ ഓഫീസ് തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. പേപ്പറൊക്കെ കറക്റ്റാണെന്ന് നോക്കാനേ. ഇത് ഞാൻ നിങ്ങളടുത്ത് നേരത്തെ പറഞ്ഞില്ലേ? ഓർമ്മയില്ലേ? അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഫയൽ ഒന്നുകൂടെ എത്തിക്കണം. എന്തോ ഒരു അയ്യോ ആണല്ലോ. ഇപ്പൊ അങ്ങനെ ഒരു അയ്യോയുടെ പ്രസക്തി ഇവിടെ ഇല്ലല്ലോ. വാട്ട് ഹാപ്പൻഡ്? അതെ, എന്തിനാ രേഷ്മ നീ അയ്യോ വിളിച്ചേ? അതോ എന്റെ കാല് അറിയാതെ ഈ ചെടിയിലിങ്ങനെ ഇടിച്ചതാ. അതാണ് ഞാൻ നോക്കിയത്. അപ്പൊ അത് വിട്. ആരെങ്കിലും പോയ ഫയൽ ഒന്ന് എടുത്തിട്ട് വരും. എന്താ നോക്കുന്നേ? ഫയൽ എടുത്തിട്ട് വരുമോന്ന്? വരാം, കൊണ്ടുവരാം. പക്ഷേ എന്താ പറ്റില്ലേ? കാര്യം പറ. പറ്റല്ലോ. പറ്റില്ല, ഫയൽ തരാൻ പറ്റില്ല. പറ്റില്ലേ? എന്തുകൊണ്ട് പറ്റില്ല? ഇന്നൊന്നിലൊന്നല്ലേ ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടിയത്. ഇതിന് മുന്നത്തെ ഓഫീസിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിന് മുന്നത്തെ ഓഫീസിലുണ്ടായിരുന്നു. നിങ്ങളുടെ ഓഫീസ് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ കാണാം. അങ്ങനെ നിങ്ങൾ ആദ്യം തുടങ്ങിയ ഓഫീസ് എടുത്താൽ ഈ ഓഫീസിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു ഓഫീസിൽ ഓഫീസേഴ്സ് വരുമ്പോൾ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഞങ്ങൾക്ക് അതിങ്ങനെ ഡീൽ ചെയ്യുന്ന അറിയില്ലെന്നാണ് പറയുന്നത്. ആ ഓഫീസേഴ്സ് വരുമ്പോൾ ഫയൽസ് ഒക്കെ നിങ്ങളുടെ ഇതിൽ മാറി ഇത് കൈകിട്ട് നോക്കിയിട്ടാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ചെയ്യില്ല. അതിന് ഓഫീസേഴ്സിനെ ഞങ്ങൾ ഡീൽ ചെയ്യും. നിങ്ങൾ മാറി നിന്ന് കൈ കെട്ടി നോക്കി നിൽക്കും. മനസ്സിലായോ? കുഴപ്പമുണ്ടോ? സത്യം, ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? നിങ്ങളോട് ആ ഫയല് കൊണ്ടുവരാൻ പറഞ്ഞതിൽ ഞാൻ അതിനെ ഖേദിക്കുന്നു. എന്നോട് തന്നെ എനിക്ക് പുച്ഛം തോന്നുന്നു. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചാൽ ആ ഫയല് നമ്മൾ ചോദിച്ചാൽ നിങ്ങൾ തിരിച്ചു തരരുത്. നിങ്ങൾ പറഞ്ഞതുപോലെ അവരവിടെ നിന്ന് വരുമ്പോ ഞങ്ങൾ മാറി കാണും. ചത്തവര് പോലും ഞങ്ങൾക്ക് തരരുത് കേട്ടോ. Go. Work you. Love you, my girls.
മനസ്സിലായില്ല. ബ്രില്യൻറ്റ്, സത്യം, പരമാർത്ഥം. നമ്മളെ ഈ എംപ്ലോയീസിനെ വല്ലാതെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ജോമി. പരമാർത്ഥം. ശ്വാസം എടുക്കുന്നുണ്ടോ? എടുക്കാൻ ശ്രമിക്കുന്നു. വെള്ളം എടുത്തുണ്ടോ? അതില്ല. പപ്പ, ഞാനിപ്പോ ചാവും. എന്തായത്? നീ ഇപ്പൊ എന്നോട് ഒന്നും ചോദിക്കരുത്. പിടിക്കപ്പെടുമെന്ന് തോന്നിയപ്പോ ഞാൻ എന്തൊക്കെയോ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞതാ. ഇല്ല അവനുണ്ട് പറഞ്ഞ ഇടേണ്ടില്ലേ? നന്നായി ബോധിച്ചിട്ടുണ്ട്. അത് മതി. അതുപോരാ. നമ്മളിപ്പോ തന്നെ എങ്ങനെയും പോയി ഫയൽ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ കോൺഫറൻസ് ഹോളിൽ കിട്ടി കൈയടിയേ അത് മൊത്തം പൊടിഞ്ഞ് പാളിയസാവും. എന്നാ റെസ്റ്റ് പിന്നെ എടുക്കുമ്പോ നമുക്ക് തപ്പാം. എനിക്കിനി ഒരു അടി നടക്കാൻ വയ്യ. സെയിം ഹിയർ. നന്നായിട്ട് മടുത്ത് തപ്പി എന്റെ കൈ കിടന്ന വാച്ച് എന്തി? അതും കാണാണ്ടായി. മൊഴിക വാങ്ങിച്ചോളാം. എടി ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. എന്താ? നമുക്കിനി ടോമിയോടും ജോമിയോടും പോയിട്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം. എല്ലാ കുറ്റസമ്മതവും നടത്താം. അല്ലാണ്ട് ഇനി ഒരു നിവൃത്തിയില്ല. അത് വേണോ? അല്ലെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചു നോക്കേ. ഇതിന്റെ പിന്നെ ടെൻഷൻ അടിച്ച് തല പൊട്ടി തെറിക്കണോ? അയ്യോ, എന്നാ പിന്നെ പറയാല്ലേ. ബാക്കി വരുന്നോടത്ത് വെച്ച് നോക്കാം. നോക്കിത് തന്നെയാണോ? ഇത് തന്നെ സാധനം. എന്ത് സാധനം? എടാ കാട്ട് കള്ള, ഇത് നീ എവിടെ അടിച്ചു മാറ്റിയത്? നിന്റെ ഉദ്ദേശം എന്താ? അടിച്ചു മാറ്റുന്നോ? ഇതാ ബാത്റൂമിന്റെ അകത്ത് ഇരിക്കായിരുന്നു. ആരുടെന്ന് അറിയാൻ പാടില്ലാത്തതിന്റെ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേ. അപ്പോഴാ താഴത്തെ ചായക്കള്ളക്കാരൻ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞ ദിവസം പറ്റു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ആ പറ്റും കൊടുത്ത് ഒരു ചായയും കൊടുത്തിട്ട് വന്ന വഴിയാ. അത് പിന്നെ ഞാൻ വാഷ്റൂമിൽ പോയ കാര്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ചിലപ്പോ അവിടെ വിട്ടുപോയതായിരിക്കും. നീ ഇതിവിടെ ആരോടെങ്കിലും പറഞ്ഞോ? ഞാൻ മനസ്സിലായല്ലോ. ഞാൻ ആരോട് പറയാനാ? പറഞ്ഞില്ലേ കൊള്ളാം. വാ ജ്യൂസ് കലക്കി തരാം. ഇനി ഞാൻ ആരോടും പറയില്ല.